നമ്മൾ സ്റ്റാഫിംഗ് ഫംഗ്ഷനാണ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ്, ഓർഗനൈസിങ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സസിലായിട്ട് കവർ ചെയ്തു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാഫിംഗ് ആയിരിക്കും നോക്കുന്നത്. സ്റ്റാഫിംഗ് നമ്മൾക്ക് വലിയ ഒരു പോർഷനാണ്. സോ അതൊരു 2 പാർട്സായിട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. പ്ലാനിങ് കഴിഞ്ഞു, ഓർഗനൈസിങ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാഫിംഗ് സ്റ്റാർട്ട് ചെയ്യും. POSDC ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, സ്റ്റാഫിങ്ങിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് സ്റ്റാഫിംഗ് കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷനിൽ സ്റ്റാഫിംഗ് എന്തായിരിക്കും? ഏറ്റവും നല്ല ആൾക്കാരെ, അല്ലെങ്കിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും ശരിയായ സ്ഥാനത്ത്, ഏറ്റവും ശരിയായ ജോലികളിൽ ഇരുത്തുന്നതിനെയാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്കിംഗ് റൈറ്റ് പീപ്പിൾ അവൈലബിൾ ഫോർ ദ റൈറ്റ് ടാസ്ക്. അതിൽ പല 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 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കും മുന്നോട്ടേക്ക്. റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, ട്രെയിനിങ് കൊടുക്കും ആൾക്കാർക്ക്, റെമ്യൂണറേഷൻ ആണല്ലോ ആൾക്കാരുടെ സാലറി, അവർക്ക് കൊടുക്കുന്ന പെർക്കുകൾ വരുന്നത്. അപ്രൈസിങ് എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്, അവരുടെ ജോലി, അവരുടെ പേഴ്സണാലിറ്റി പോലത്തെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്രൈസിങ്. റീറ്റെയിനിങ്, ഒരു എംപ്ലോയി നമ്മുടെ അടുത്തുനിന്ന് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ വിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകളാണ് റിറ്റെയിനിങ്ങിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ, മേക്കിംഗ് ദ റൈറ്റ് പീപ്പിൾ അവൈലബിൾ ഫോർ ദ റൈറ്റ് ടാസ്ക്. ഏറ്റവും ഉചിതനായ വ്യക്തി, ഏറ്റവും യോഗ്യനായ വ്യക്തി ഏറ്റവും ശരിയായ സ്ഥാനത്ത്, ഏറ്റവും ശരിയായ ജോലിയിലിരുത്തുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? സ്റ്റാഫിങ് ഓർഗനൈസേഷനിലേക്ക് എഫിഷ്യൻസി കൊണ്ടുവരും. കാര്യക്ഷമത ഒരു ഓർഗനൈസേഷൻ്റേത് കൂട്ടുന്നതിന് സ്റ്റാഫിങ് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പറായിട്ട് സ്റ്റാഫ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടുള്ളവരെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് എഫിഷ്യൻസി കൊണ്ടുവരില്ലേ ഓർഗനൈസേഷനിലേക്ക്. അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുമ്പോൾ എന്താണ്, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും, അവിടെ വേസ്റ്റേജ് കുറയും. അപ്പം സെയിം ഓർഗനൈസേഷൻ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സെയിം മെഷീൻസ് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി കൂടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് കുറയും, അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാവും. സോ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്ത് നേച്ചറിലുള്ളൊരു ഫങ്ഷനാണ് സ്റ്റാഫിങ്? സ്റ്റാഫിങ് പെർവേസീവ് ആണ്. പെർവേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ തലങ്ങളിലും, എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്ന, എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് സ്റ്റാഫിങ്. അതിനെയാണ് പെർവേസീവ് എന്ന് പറയുന്നത്. ഈ വേർഡ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ഓൾറെഡി കണ്ടതാണ്, പ്ലാനിങ്ങിലും ഓർഗനൈസിങ്ങിലും ഒക്കെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷനാണ്. അതായത് നമ്മൾ ഒരു ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ചെയ്ത് തീരുന്ന ഫങ്ഷനല്ല. അത് എപ്പോഴും സ്റ്റാഫിംഗ് ഫങ്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമായില്ല, അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നു, അവരെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ പോവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ഇറ്റ് ഹാപ്പൻസ് ത്രൂ ഔട്ട് എ പെർട്ടിക്കുലർ ടൈം പീരിയഡ്. നമ്മളൊരു ഏതൊരു ടൈം പീരിയഡ് എടുത്താലും, നോട്ട് എനി പെർട്ടിക്കുലർ ടൈം പീരിയഡ്, ബട്ട് ത്രൂ ഔട്ട് എല്ലാ സമയത്തും ഇറ്റ് കീപ്സ് ഓൺ ഹാപ്പനിങ്. ഓക്കെ, ഇതൊരു എഫിഷ്യൻറ്റ് ഫങ്ഷനാണ്. എഫിഷ്യൻറ്റ് ഇൻ ദ സെൻസ് വളരെ കാര്യക്ഷമതയുള്ളൊരു ഫങ്ഷനാണ്. നമ്മളത് നേരത്തെ പറഞ്ഞു, എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടുന്ന തരത്തിലായിരിക്കും നമ്മൾ ആ ഫങ്ഷൻ ചെയ്യുന്നത്. സ്റ്റാഫിങ് നമ്മൾ 2 പോർഷനായിട്ടായിരിക്കും കവർ ചെയ്യുന്നതെന്ന് ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. സോ നമ്മൾ ആദ്യത്തെ പോർഷനിൽ വിൽ ബി ഡിസ്കസിങ് 3 ഫങ്ഷൻസ്: മാൻ പവർ റിക്വയർമെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അടുത്ത അടുത്ത സെക്കൻഡ് പാർട്ടിൽ വിൽ ബി ഡിസ്കസിങ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കോമ്പൻസേഷൻ. ഇത്രയും ഫങ്ഷൻസ് ആയിരിക്കും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 2 പോർഷൻസിലും നമ്മൾ MCQs ലാസ്റ്റിലൊരു 3-4 MCQs ഡിസ്കസ് ചെയ്യും, നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാഫിങ്ങിന് അടിയിൽ വരുന്ന എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ഈ സ്റ്റെപ്സിൻ്റെ ഉള്ളിലായിട്ടാണ് കവർ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, മാൻ പവർ പ്ലാനിങ്, അല്ലെങ്കിൽ മാൻ പവർ റിക്വയർമെൻറ്റ് അസസ് ചെയ്യുന്നതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. HR പ്ലാനിങ് എന്നും പറയും, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എത്ര എംപ്ലോയീസ്, അവർക്ക് എന്തൊക്കെ ജോലിയിൽ നമുക്ക് എത്ര എംപ്ലോയീസിനെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് മാൻ പവർ അല്ലെങ്കിൽ HR പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂവൽ പ്രോസസ് ഓഫ് പുട്ടിങ് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റൈറ്റ് പ്ലേസ് ആൻഡ് അറ്റ് റൈറ്റ് ടൈം. ശരിയായ സമയത്ത്
ശരിയായ ആൾക്കാരെ, ശരിയായ സംഖ്യയിൽ ആൾക്കാരെ ശരിയായ സ്ഥലങ്ങളിൽ വയ്ക്കുന്നതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് ഫങ്ഷനാണ്. എന്തിനാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത്? നമുക്ക് ലോങ് ടേമിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഓർഗനൈസേഷൻ്റെ ഗോളുകളെ പറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിൽ കണ്ടതാണ്. അതനുസരിച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസും ഉണ്ട്, ഓപ്പറേഷണൽ ആയിട്ടുള്ള ഡിസിഷൻസും ഉണ്ട്. ഓക്കെ, സ്ട്രാറ്റജിക് ഡിസിഷൻസ് നമ്മൾ പറഞ്ഞു ലോങ് ടേം ഡിസിഷൻസ് ആണ്, വലിയ ഡിസിഷൻസ് ആണ്. ഓപ്പറേഷണൽ ഡിസിഷൻസ് നമ്മൾ പറഞ്ഞു വളരെ ചെറിയ ഡിസിഷൻസ് ആയിരിക്കും. അത് ഒരു ടെമ്പററി അല്ലെങ്കിൽ ഷോർട്ട് ടേം പീരീഡിലെ കൺസേൺ ചെയ്യുന്ന ഡിസിഷൻസ് ആയിരിക്കും. സോ സ്ട്രാറ്റജിക് ഡിസിഷൻസിന് എന്ത് നേച്ചറാണുള്ളത്? ലോങ് ടേം നേച്ചറാണുള്ളത്. വളരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അടുത്ത 30 അല്ലെങ്കിൽ അടുത്തൊരു 4 വർഷം 10 വർഷത്തിൽ നമുക്ക് ഇത്ര ശതമാനം ഗ്രോത്ത് വേണം, നമുക്ക് ഇത്ര ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ്. അതിന് അനുസൃതമായിട്ട് നമ്മൾ മാൻ പവറിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് HR പ്ലാനിങ്. ഓപ്പറേഷണൽ HR പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് പ്ലാൻ ചെയ്യുന്നതാണ്. അത് നമുക്ക് ഓരോ ഓപ്പറേഷണൽ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ആ സാധനത്തിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കൂടി. സോ ആ പെട്ടെന്ന് കൂടിയ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 വർക്കേഴ്സ് എക്സ്ട്രാ വേണം നമ്മുടെ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. മെഷീൻസ് കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, ചെറിയ ഡിസിഷൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടേം നേച്ചറുള്ളൊരു പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ മാൻ പവർ പ്ലാനിങ്. ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, അതിൽ പല സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര പേരുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് നമുക്ക് എത്ര പേരെ ആവശ്യം വരും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു പ്രോഗ്രാം തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം, നമുക്ക് ഈ സ്റ്റെപ്സിലൂടെ റിക്രൂട്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അതിൽ ഏത് രീതിയിൽ വേണം നമുക്ക്. ഇപ്പം നമുക്കുള്ള സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺട്രാക്ടർ വഴി വേണോ, അതോ നമ്മൾ തന്നെ നേരിട്ടോ, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിലേത് വേണം തീരുമാനിക്കും. അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ഫങ്ഷനാണ് എന്ത്? മാൻ പവർ പ്ലാനിങ്. മാൻ പവർ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാഫിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ നിന്നാണ് സ്റ്റാഫിംഗ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ജോബ് അനാലിസിസ് മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. ഡിറ്റർമിനിങ് ദ ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ്, എക്സ്പീരിയൻസ് എക്സെട്ര റിക്വയർഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. അതായത് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഒരാൾക്ക് വേണ്ടത്, എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്, ഏതൊക്കെ എക്സ്പീരിയൻസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്, ഇതിനെ എല്ലാം തീരുമാനിക്കുന്നതാണ് എന്ത്? ജോബ് അനാലിസിസ്. നമ്മൾ പലപ്പോഴും പല നോട്ടിഫിക്കേഷൻസ് കാണാറില്ലേ, അതിനുള്ളിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ MBA വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോബ് അനാലിസിസിൽ വരുന്നത്. PIP ടെസ്റ്റ് പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, പ്രിഫറൻസ്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ മുൻഗണനകൾ, ഈ 3 കാര്യങ്ങളെയും ചെക്ക് ചെയ്യുന്നതിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. PIP ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു എംപ്ലോയർ എംപ്ലോയി എന്നുള്ള 2 വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വരാം. എംപ്ലോയർ എന്ന് പറയുന്നത് ജോലി കൊടുക്കുന്ന ആ ഓർഗനൈസേഷൻ അല്ലെ ജോലി കൊടുക്കുന്ന ആ വ്യക്തിയാണ് എംപ്ലോയർ. എംപ്ലോയി എന്ന് പറയുന്നത് ജോലിയിൽ നിൽക്കുന്ന ആ വ്യക്തിയാണ്. ഓക്കെ, എംപ്ലോയി എന്ന് പറയുന്നത് ആ ജോലിക്കാരനും എംപ്ലോയർ എന്ന് പറയുന്നത് ജോലി കൊടുത്ത ആളുമാണ്. ഈ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ബിക്കോസ് നമുക്ക് MCQs ആണുള്ളത്. സോ ഇങ്ങനത്തെ ടേംസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്മിങ് ബാക്ക്, PIP ടെസ്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. PIP ടെസ്റ്റിൽ വ്യക്തിത്വം, താല്പര്യങ്ങൾ, മുൻഗണനകൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? ആ വ്യക്തി നമ്മളുടെ ഓർഗനൈസേഷനിലേക്കും നമ്മൾ ആ ഒരു ജോലിയിലേക്ക് വിളിക്കുന്ന ജോലിയിലേക്കും ഇയാൾ സ്യൂട്ടബിൾ ആണോ, ഇയാൾ യോഗ്യനാണോ അല്ലയോ എന്നറിയുന്നതാണ് എന്ത്? PIP ടെസ്റ്റ്. ഇതിൽ സിമിലർ ആയിട്ടുള്ള വേറൊരു ടെസ്റ്റ് ഉണ്ട്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിൾ ടെസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വൈറൽ വീഡിയോസും പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് കുതിരയാണോ, അതോ പൂച്ചയാണോ, അതോ ഒരു മരമാണോ, ഒരു മൂങ്ങയാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്ന ടെസ്റ്റുകളല്ലേ. പലരും പലതിനെയാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി
അല്ലെങ്കിൽ അയാളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക. ഈ എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. ഓരോ ഡ്രോയിങ്സ് ഒക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറയും. അതാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അറിഞ്ഞിരിക്കുക, കോൺസെപ്റ്റ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. റിക്രൂട്ട്മെൻറ്റിൽ ഡൺ ആൻഡ് സ്റ്റീഫൻസ് ഒരു 3 മെത്തഡ്സ് ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഡൺ ആൻഡ് സ്റ്റീഫൻസിൻ്റെ 3 മെത്തഡ് ക്ലാസിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേരൊന്ന് ഓർത്തിരിക്കണം, ഡൺ ആൻഡ് സ്റ്റീഫൻസ്. നമ്മൾ കുറേ പേരുകൾ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ നെയിംസ് കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട നെയിംസാണ്. ഓക്കെ, സോ ഡൺ ആൻഡ് സ്റ്റീഫൻസിൻ്റെ 3 മെത്തേഡ്സ് അറിഞ്ഞിരിക്കുക. ഡയറക്റ്റ് മെത്തേഡ്, അതായത് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഇല്ലേ. സോ ഡയറക്റ്റ്ലി ഓർഗനൈസേഷൻ ഒരു ക്യാമ്പസിൽ പോയിട്ട് നേരെ അവർക്ക് വേണ്ടവരെ എടുക്കുന്നതിനെയാണ് എന്ത് ഡയറക്റ്റ് മെത്തേഡ് പറയുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആഡുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷനുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് നമ്മൾ ആൾക്കാരെ അറിയിക്കുകയാണ് നമ്മളിവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ വാ എന്നുള്ളത്. അതിനാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് പാർട്ടി മെത്തേഡുണ്ട്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസി അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ ഇതിനുള്ളിൽ ഏർപ്പാടാക്കിയിട്ട് അവരെ കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ അവരെ ഏൽപ്പിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം, റിക്രൂട്ട് ചെയ്ത് താന്ന് പറയും. നമ്മൾ അവരുടെ ഫീസും കൊടുക്കും. സോ അവർ നമുക്ക് റിക്രൂട്ട് ചെയ്ത് തരുന്നതിനെയാണ് എന്ത് പറയുന്നത്, തേർഡ് പാർട്ടി മെത്തേഡ്. മെയിൻലി സോ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സിനെ നമുക്ക് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അക്കോർഡിംഗ് ടു ഡൺ ആൻഡ് സ്റ്റീഫൻസ്. നമുക്ക് ഇൻ ജനറൽ വലിയൊരു 2 ക്ലാസിഫിക്കേഷൻ എടുക്കാനാണെങ്കിൽ ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ എന്നുള്ള 2 രീതിയിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള എംപ്ലോയീസിനെ തന്നെ റിക്രൂട്ട് ചെയ്ത് അവരെ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാനേജേഴ്സിൻ്റെ 10 വേക്കൻസി വന്നു. വലിയൊരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക, 10 വേക്കൻസി മാനേജേഴ്സിൻ്റെ വന്നു. സോ നമ്മൾ ആ ഓർഗനൈസേഷനിൽ ഓൾറെഡി ഉള്ള ക്ലർക്കുകളിൽ നിന്ന് തന്നെ അപേക്ഷകൾ സ്വീകരിച്ച് അവരെ നമ്മൾ മാനേജർ ആക്കുന്നതിനെ എന്ത് പറയാം, നമുക്ക് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയാം. കാരണം എല്ലാം ഇൻറ്റേർണലിയാണ് നടക്കുന്നത്. പുറത്തു നിന്നുള്ള എക്സ്റ്റേർണലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൊണ്ടുവരുന്നില്ല ഓർഗനൈസേഷനിലേക്ക്. ഓക്കെ, പിന്നെ വരുന്നതാണ് എക്സ്റ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേർണൽ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാരെയാണ് ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ഹാവ് ജോബേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് പാർട്ടീസ് ഇല്ലേ, അതിൻ്റെ ഒരു മെത്തേഡാണ് ജോബേഴ്സ് ഓർ ഇൻ്റർമീഡിയറീസ്. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടറോട് പറയുകയാണ് എനിക്കൊരു 10 പണിക്കാരെ കൊണ്ടുതരാൻ. സോ അതെന്താണ്, അതൊരു എക്സ്റ്റേണൽ മെത്തേഡുമാണ്. ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ജോബറിനെ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുമാണ് എക്സ്റ്റേണൽ മെത്തേഡിൽ ജോബേഴ്സ് ഓർ ഇൻ്റർമീഡിയറ്റ് ത്രൂ ഉള്ള റിക്രൂട്ട്മെൻറ്റ്. അത് യൂഷ്വലി എന്താണ്, അൺസ്കിൽഡ് ലേബറേഴ്സിന് വേണ്ടിയാണ്. നമ്മൾ പൊതുവേ ഈ കോൺട്രാക്ടർ വഴിയൊക്കെ അല്ലേ ഈ കെട്ടിടം പണിക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരിക. സോ ആ മെത്തേഡാണ് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. ബട്ട് ഈ ഫാക്ടറിയുടെ ഗേറ്റിൽ രാവിലെ ജോലിക്കാർ വന്ന് നിൽക്കും. സോ ഫാക്ടറിയുടെ മാനേജർ അല്ലെങ്കിൽ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ഫോർമാനോ ആരെങ്കിലും പുറത്ത് വന്നിട്ട് അവർക്ക് അന്ന് എത്ര ലേബററിനെയാണോ വേണ്ടത് അവരെ വിളിച്ചുകൊണ്ട് പോകും. അതിനാണ് ഫാക്ടറി ഗേറ്റ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വർടൈസിങ്ങിൽ കൂടി വിളിക്കുന്നത് നമുക്കറിയാമല്ലോ, പരസ്യങ്ങളിൽ കൂടി. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ വേറൊരാളുടെ ശുപാർശ വഴി നമുക്ക് പലപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നമ്മൾ എടുക്കാറുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ പറയത്തില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സോഷ്യൽ റിക്രൂട്ടിംഗ്, അത് സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ പ്ലാൻ ചെയ്യുമ്പോഴാണത് സോഷ്യൽ റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ടേം ഇപ്പം വളരെ റെലവൻ്റ് ആണ്. സോ സോഷ്യൽ റിക്രൂട്ടിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റിക്രൂട്ടിംഗ് ആണ്. അതൊരു എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് റിക്രൂട്ടിംഗ് ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് എങ്ങനെ MCQ ചോദിച്ചാൽ എഴുതാൻ പറ്റും. പക്ഷേ ഇത് ഓർത്തിരിക്കുക, സോഷ്യൽ റിക്രൂട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അനലിറ്റിക്കൽ ഹൈറാർക്കി പ്രോസസ്സ്, അത് ഒരു മെത്തേഡാണ്.
AHP എന്നതിൻ്റെ ആബ്രിവേഷൻ ഉണ്ട്. സോ AHP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനലിറ്റിക്കൽ ഹൈറാർക്കി പ്രോസസ്സ് ആണ് എന്ന് എഴുതാൻ പറ്റണം. ഫുൾ ഫോം ചോദിക്കാനൊക്കെ സാധ്യതയുള്ളൊരു വേർഡാണ് AHP. AHPയിൽ നമ്മൾ കുറേ മാത്തമാറ്റിക്കൽ അനാലിസിസുകൾ, സൈക്കോളജിക്കൽ അനാലിസിസുകൾ ഇതെല്ലാം ചെയ്ത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പ്രോസസ്സാണ്. അതിലൂടെ എംപ്ലോയീസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എന്ത് AHP അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഹൈറാർക്കി പ്രോസസ് മെത്തേഡ്. പിന്നെ വരുന്നത് RPO, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു ടേമാണ്. സോ ഈ വേർഡ് നിങ്ങൾ പഠിച്ചിരിക്കുക. RPO റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക, അതായത് ഒരു തേർഡ് പാർട്ടി ഏജൻസിക്ക് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ഫീസ് കാണും, നമ്മൾ അത് കൊടുത്ത് അവരെ കൊണ്ട് നമ്മളുടെ ഈ ഒരു ജോലി അങ്ങ് ചെയ്യിപ്പിക്കും. നമുക്ക് വേണ്ട രീതിയിലുള്ള ആൾക്കാരെ അവർ കണ്ടുപിടിച്ച് നമുക്ക് തരും. സോ ഇപ്പം നമ്മൾ നോക്കിയത് എന്താ? ഇപ്പം നമ്മൾ നോക്കിയത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സാണ്. സോ വളരെ അധികം സിമിലറായിട്ട് സൗണ്ട് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ്. ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന, ഒരാളെ അല്ലെങ്കിൽ നമുക്ക് എത്ര പേരെ വേണോ ആ വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. ഓക്കെ, മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാവും. ലാസ്റ്റിൽ നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്, സോ വ്യക്തമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവും. സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് റൈറ്റ് കാൻഡിഡേറ്റിനെ പിക്ക് ചെയ്യണം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ എല്ലാവരെയും അറിയിച്ചു, എല്ലാവരും നമ്മൾക്ക് ആ ഒരു വലിയൊരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ആര് വേണമെന്ന് തീരുമാനിക്കാൻ പോവാം നമ്മൾ. ഓക്കെ, നമുക്കൊരു നോർമൽ എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പം അതൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി തുടങ്ങുന്നിടം തൊട്ട് അതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, ആദ്യം ഇവിടെ നമുക്ക് സ്റ്റെപ്സ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സാം നമ്മൾ കൊടുത്തിട്ടില്ല. പ്രിലിമിനറി ഇൻ്റർവ്യൂ, ഒരു ഇനീഷ്യൽ ഒരു സ്ക്രീനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം എന്താണ് സെലക്ഷനിൽ വരുന്നതാണ്. നമ്മൾ ഇൻ്റർവ്യൂ നടത്തും, ആൾക്കാരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും നമുക്ക് ആര് വേണം ആര് വേണ്ട എന്നുള്ള, നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമാണ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അത് കഴിഞ്ഞൊരു എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പോലെ എന്തെങ്കിലും നടത്തും, അയാൾക്ക് എന്ത് സ്കിൽസ് ഉണ്ടെന്ന് അറിയണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടെ നടക്കും. ആദ്യം ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ, പിന്നെ വേണമെങ്കിൽ ഇൻ്റർവ്യൂ നടത്താം. ഈ സ്റ്റെപ്സ് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഫറൻസസ് ചെക്ക് ചെയ്യും, അവർ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പേപ്പേഴ്സ് അതിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ചില കേസുകളിൽ മെഡിക്കൽ എക്സാമിനേഷൻ കാണും. ഇപ്പോൾ UPSCയുടെ എക്സാമിലൊക്കെ എന്താണ് സെലക്ഷൻ പ്രോസസ്സിൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. ആ സ്റ്റെപ്പിൽ എന്താണ് ജോബ് ഓഫർ കൊടുക്കും. ഓക്കെ, സോ ഇതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. സോ നമ്മൾ രണ്ട് ഫംഗ്ഷനും നോക്കി. ഇപ്പോഴും പലരുടെ മനസ്സിലും കൺഫ്യൂഷൻ കാണും, എന്നാലും റിക്രൂട്ട്മെൻറ്റ് സെയിം അല്ലേ, സെലക്ഷൻ സെയിം അല്ലേ? സോ നമുക്ക് ഒന്നും കൂടി ആ ഡിഫറൻസസ് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഒരു ക്വാളിഫൈഡ് സെറ്റ് ഓഫ് പീപ്പിളിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യും. നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ബെസ്റ്റ് ആൾക്കാരെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റീവ് എന്താ റിക്രൂട്ട്മെൻറ്റിൻ്റെ? നമുക്ക് വലിയൊരു പൂളിനെ അട്രാക്റ്റ് ചെയ്യുന്നിടം കൊണ്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് തീരും. പക്ഷേ സെലക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? നമ്മുടെ ഓർഗനൈസേഷണൽ ഗോളും മറ്റും ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, തീരുമാനിക്കുന്ന ഫംഗ്ഷനാണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ മോസ്റ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ പൊട്ടൻഷ്യലായിട്ടുള്ള ഇന്ന ആൾക്കാർക്ക് നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ള കൈൻഡ് ഓഫ് ആൾക്കാരെ എല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. അതിൽ നിന്നൊരാളെ ചൂസ് ചെയ്യുമ്പോൾ എന്താണത് സെലക്ഷനാവും. എന്ത് മെത്തഡ്സൊക്കെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾക്ക് പരസ്യങ്ങൾ പുറപ്പെടുവിക്കാം, ഇൻ്റർനെറ്റിൽ പരസ്യം കൊടുക്കാം, റെഫറലുകൾ കൊടുക്കാം, കോളേജിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡുകൾ, അതൊക്കെ റിക്രൂട്ട്മെൻറ്റിൽ വരും. ഇപ്പോൾ കോളേജ് റിക്രൂട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അവർ ആ ഇൻ്റർവ്യൂ നടത്തുന്നതും നിങ്ങളുടെ റെസ്യൂമേ ചെക്ക് ചെയ്യുന്നതും ഏതിൽ വരും? അത് സെലക്ഷനിൽ വരും. ഓക്കെ,
ആദ്യം റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്, പിന്നീടാണ് സെലക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് പോയിന്റ് റിപ്പീറ്റഡ് ആണ്. ബേസിക്കലി പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടും റിക്രൂട്ട്മെൻറ്റിലൂടെ. സെലക്ഷനിലൂടെ എന്ത് കിട്ടും? നമുക്ക് അതിലെ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പിലായിട്ടാണ് വരുന്നത് റിക്രൂട്ട്മെൻറ്റ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഇവിടെ എന്താണ് റോള്? കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിലെ റോള്. സെലക്ഷനിൽ വരുമ്പോൾ എന്താണ്? മോസ്റ്റ് സ്യൂട്ടബിൾ ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളതിൽ ചെറിയ ന്യൂവാൻസസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനോടാണ് നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, മൂവിങ് ഓൺ, ആസ് യൂഷ്വൽ വിൽ ബി ഡിസ്കസിങ് എ ഫ്യൂ MCQs. എന്തിനാണ്? ടു ചെക്ക് യുവർ കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെ പോസ് ചെയ്യാം, ആൻഡ് വൺസ് യു സ്റ്റാർട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, the process of identifying the right candidate for a job position is known as. നമ്മൾ പൂൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്, റൈറ്റ് കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ആണെങ്കിൽ അത് ഏതാ ഫംഗ്ഷൻ? നമ്മൾ പലവട്ടം പറഞ്ഞു, ദാറ്റ് ഈസ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് അല്ലല്ലോ. അതിലെന്താ നമ്മൾ ചെയ്യുന്നത്? വി അട്രാക്ട് എ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്. ട്രെയിനിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാതെ വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്രൈസലിൽ അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്രൈസൽ. സോ ഇറ്റ്സ് നോട്ട് ദി ആൻസർ. സെലക്ഷനാണ് എന്ത്? ഐഡൻറ്റിഫൈങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സ്റ്റാഫിംഗ് പ്രോസസ്? ജോബ് അനാലിസിസ് ആണ്. ഓക്കെ, നമ്മൾ ജോബ് അനാലിസിസ് എവിടെയാണ് കണ്ടത്? മാൻ പവർ റിക്വയർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ HR പ്ലാനിങ്ങിൻ്റെ അണ്ടറിലാണ് നമ്മൾ ജോബ് അനാലിസിസ് കണ്ടത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പിന്നീട് വരുന്നതാണ്. റിക്രൂട്ട്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ഇതെല്ലാം പിന്നീട് വരുന്ന ഫങ്ഷൻസ് ആണ്. ജോബ് അനാലിസിസ് എന്തിൻ്റെ ഭാഗമാണ്? HR പ്ലാനിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനേക്കാളിലൊക്കെ മുന്നേ എന്തായാലും എന്ത് വരും? ജോബ് അനാലിസിസ് വരും. ദ പ്രോസസ് ഓഫ് അട്രാക്റ്റിംഗ് എ പൂൾ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ് ഇസ് നോൺ ആസ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ അട്രാക്റ്റ് മാത്രം ചെയ്യുന്ന ഫംഗ്ഷനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ദി ആൻസർ ഇസ് റിക്രൂട്ട്മെൻറ്റ്. Okay, so we will see you with the next class. Thank you so much.